ഹലോ, അസ്സാം വലൈക്കും. റമദാൻ മുബാറക്. അപ്പോൾ ഒരു നോമ്പൊക്കെ എല്ലാവരും നോറ്റി രണ്ടാമത്തെ നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമാണിപ്പം. അപ്പോൾ ഹത്തം തീർക്കാൻ നമ്മളെല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ഹത്തം തീർക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഹത്തം നമുക്ക് പലരുടെയും മനസ്സിൽ ഒരു ഹത്തം, രണ്ട് ഹത്തം, മൂന്ന് ഹത്തമൊക്കെ തീർക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. 3 ഹത്തമാണ് നമ്മുടെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ 3 ഹത്തം നമ്മൾ തീർക്കണം എന്നുള്ളവരാണെങ്കിൽ ഒരു ദിവസം ഒരു 3 ജ്യൂസ് നമ്മൾ ഓതണം കേട്ടോ. അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകണം. 3 ജ്യൂസ് എന്ന് പറയുമ്പോൾ 30 പേജാണ് നമ്മൾ ഓതേണ്ടത്. അങ്ങനെ റമദാനിലെ ആദ്യത്തെ 10 ആവുമ്പോഴേക്കും ഒരു ഹത്തം തീരും. ഇത് പെട്ടെന്ന് ഓതിയെടുക്കാൻ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം 6 പേജ് വീതം വെച്ചിട്ട് ഓതുക. പേജ് വീതം വെച്ചിട്ട് ഓതുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓതി തീർക്കാം. 20 നോമ്പാകുമ്പോഴത്തിന് 2 ഹത്തം തീർക്കാം, 30 നോമ്പാകുമ്പോഴത്തിന് 3 ഹത്തം തീർക്കാം. അങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് ഫസ്റ്റിലുണ്ട്. പിന്നെ അതല്ല 2 ഹത്തം തീർക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 2 ഹത്താണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ജ്യൂസ് ഓതുക. 2 ജ്യൂസ് എന്ന് പറഞ്ഞാൽ 20 പേജ് ഒരു ദിവസം വെച്ചിട്ട് ഓതുക നമ്മൾ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 ഹത്തം വരെ നമുക്ക് തീർക്കാവുന്നതാണ്. 15 ദിവസം കൊണ്ട് ഒന്ന് തീരും, 15 ദിവസം കൊണ്ട് ഒരു ഹത്തം കൂടെ തീരും. പിന്നെ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പീരിയഡ്സിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് 7 ദിവസം പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ നിങ്ങളെ ഖുർആൻ എടുത്ത് ഓതുന്ന സമയത്ത് നമ്മൾ കുറച്ച് ജ്യൂസ് നമ്മളേറെ ഓതി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കുറച്ച് നമ്മൾ അതിലേറെ അധികം ഓതി വെച്ചാൽ മതി. അപ്പം നമുക്കത് ശരിയാക്കി എടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഒരു ഹത്തമെങ്കിലും ഓതി തീർക്കണം. അതിന് തന്നെ പ്രയാസപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഹത്തം ഓതി തീർക്കാൻ ഒരു ജ്യൂസ് 10 പേജ് നമ്മൾ ദിവസം ഓതുക. ഒരു ജ്യൂസ് വെച്ച് നമ്മൾ ഓതിയാൽ തന്നെ ഈ റമദാൻ 30 കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ഹത്തം തീർക്കാൻ കഴിയും. ഈ ഒരു 10 പേജിന് ഓതാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഓതി തീർക്കാനുള്ളൊരു ടിപ്സും കൂടി പറഞ്ഞുതരാം. ടിപ്സല്ല, നമുക്കൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം 5-10 നിസ്കാരമല്ലേ നമുക്കുള്ളത്. 5-10 നിസ്കാരത്തിൽ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും നമ്മൾ 2 വീതം പേജ് വെച്ചിട്ട് വീതം ഓതുക. 2 പേജ് വെച്ച് ഓതുമ്പം 5 × 2 10 ആവുമല്ലോ. അങ്ങനെ നമുക്ക് 10 ആവുമ്പം ഒരു ജ്യൂസായി. അങ്ങനെ വെച്ചിട്ടെങ്കിലും നമ്മൾ ഈ ഒരു വർഷത്തെ റമദാനിൽ നമ്മൾ ഒരു ഹത്തമെങ്കിലും നമ്മൾ തീർത്തിരിക്കണം കേട്ടോ. ആ ഒരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിൽ വേണം. നമ്മൾ ഉറപ്പിച്ച എന്ത് കാര്യമാണ് ഒരു ഹത്തമെങ്കിലും തീർക്കണം എന്നാണെങ്കിൽ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം 2 പേജ് വീതം നമ്മൾ വെച്ച് ഓതിയാൽ മതി. വെറും 2 പേജ്. നമ്മളൊരു മൊബൈൽ കാണുകയാണെങ്കിൽ എത്ര ടൈം നമ്മൾ വേസ്റ്റായി പോകുന്നുണ്ട്. നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് 1, 2, 3, 4 ഹത്തം വേണമെങ്കിൽ നമുക്ക് തീർക്കാവുന്നതാണ്. അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റമദാനിൽ എല്ലാവരും 1, 2, 3 ഹത്തം തീർത്തിട്ട് നമ്മൾ റാഹത്തായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള തൗഫീക്ക് നിങ്ങൾക്കും എനിക്കും പടച്ച റബ്ബ് തരട്ടെ. നല്ല നിലയിൽ നമുക്ക് ഹത്തം തീർക്കാനുള്ളൊരു ഭാഗ്യവും കൂടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും.